നെക്സ്റ്റ് ഈസ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2-ൽ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് പഠിക്കുന്നത്. ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻസ് കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ പഠിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ റിവ്യൂ ആണ് വരുന്നത്. അപ്പം BJT ഓൾറെഡി നമ്മൾ കഴിഞ്ഞു. BJT എന്ന് പറയുന്ന ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, ബൈപോളാർ ഡിവൈസ് ആയിരുന്നു. ഇലക്ട്രോൺസും ഹോൾസും ഉള്ള ഡിവൈസ് ആയിരുന്നു. പക്ഷേ ഫെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ യൂണിപോളാർ ഡിവൈസ്. 3 ടെർമിനൽസ് ഉണ്ട്: സോഴ്സ്, ഡ്രെയിൻ ആൻഡ് ഗേറ്റ്. ഇറ്റ് ഈസ് എ സെമി കണ്ടക്ടർ ഡിവൈസ്. ദിസ് കറണ്ട് കണ്ടീഷൻ ഇൻ ഫെറ്റ് എന്ന് പറയുന്നത് ബൈ ഓൺലി വൺ ടൈപ്പ് ഓഫ് മെജോറിറ്റി ക്യാരിയേഴ്സ്. അതുകൊണ്ടാണ് അതിനെ യൂണിപോളാർ ഡിവൈസ് എന്ന് പറയുന്നത്. N ചാനൽ ആൻഡ് P ചാനൽ എന്നാണ് ഫെറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. മെജോറിറ്റി ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് ആകുമ്പം N ചാനൽ, മെജോറിറ്റി ക്യാരിയേഴ്സ് ഹോൾസ് ആണെങ്കിൽ ഇറ്റ് ഈസ് P ചാനൽ ഫെറ്റ്. അപ്പം മേജറായിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത് ഫെറ്റിനെ JFET ആൻഡ് MOSFET എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ഇൻസുലേറ്റഡ് ഗേറ്റ് FET ഓർ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ FET. അപ്പം ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് JFETൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും JFET എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുന്നതാണ്. ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യാനും ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചിട്ട് അതിന് പാരാമീറ്റേഴ്സ് മാർക്ക് ചെയ്യാനൊക്കെ. അപ്പം N ടൈപ്പ് മെറ്റീരിയൽ മെജോറിറ്റി ക്യാരിയറായിട്ട് വരികയാണെങ്കിൽ അത് N ചാനൽ ഫെറ്റാണ്. ഇലക്ട്രോൺസ് ആയിരിക്കും ഇവിടുത്തെ ക്യാരിയർ, മൈനോറിറ്റി ക്യാരിയർ ഹോളായിരിക്കും. അതുപോലെ P ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ മെജോറിറ്റി ക്യാരിയർ എന്ന് പറയുന്നത് ഹോളും മൈനോറിറ്റി ക്യാരിയർ ഇലക്ട്രോണും ആയിരിക്കും. ഇതാണ് ഒരു JFETൻ്റെ സർക്യൂട്ട് സിമ്പൽ. സർക്യൂട്ട് സിമ്പൽ നമ്മൾ BJTക്ക് NPN PNP ഒക്കെ പഠിച്ച പോലെ തന്നെ JFET N ചാനൽ JFETൽ ഗേറ്റിൻ്റെ കണ്ടോ ആരോ അകത്തേക്കായിരിക്കും ഇവിടെ. അതേ ഉള്ളൂ. ഡ്രെയിന്, സോഴ്സ്, ഗേറ്റ്, 3 അങ്ങനെ 3 ടെർമിനൽസ് ഉള്ളൊരു ഡിവൈസാണ്. ഇവിടെ ഇറ്റ്സ് എ P ചാനൽ JFET. കറണ്ട് എന്ന് പറയുന്ന ഗേറ്റ് കറണ്ട് ഔട്ട്വേർഡ് ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, ഓർത്തിരിക്കുക. ദെൻ അതിൻ്റെ സർക്യൂട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, താഴെ വരച്ചിരിക്കുന്നത്. ഇവിടെ 3 ടെർമിനൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്: ഡ്രെയിന്, സോഴ്സ് ആൻഡ് ഗേറ്റ്. ഗേറ്റ് കണ്ടോ ഇവിടെ. ഇതിപ്പോൾ N ചാനൽ JFET ആണെങ്കിൽ ഇത് N ആയിരിക്കും. ഈ ഗേറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ഷോർട്ട് ചെയ്തിരിക്കുന്ന ടെർമിനൽ രണ്ടും P മെറ്റീരിയൽ ആയിരിക്കും. മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. N സബ്സ്ട്രേറ്റും P സബ്സ്ട്രേറ്റും ആണ്. N സബ്സ്ട്രേറ്റിൽ P മെറ്റീരിയൽ ഡോപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഗേറ്റ് എന്ന് പറയുന്നത് P ആണ്, ചാനൽ N ആണ്. അതാണ് N ചാനൽ JFET. ഇനി P ചാനൽ എന്ന് പറയുമ്പം P ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കും എൻ്റെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. N കൊണ്ടായിരിക്കും ഡോപ്പ് ചെയ്തതാണ് എൻ്റെ ഗേറ്റ്. ഇത് രണ്ടും വരുന്നത് ഗേറ്റാണ്, അതുകൊണ്ടാണ് ഗേറ്റ് ഷോർട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ഡ്രെയിൻ ആൻഡ് സോഴ്സ്. ഇത്രയുമാണ് സർക്യൂട്ട് സിമ്പൽ ആൻഡ് അതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ്. അത് എങ്ങനെ വോൾട്ടേജ് കൺട്രോൾഡ് ആയി എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ BJT പഠിച്ചിട്ടുണ്ട്. BJT എന്ന് പറയുന്ന ഒരു കറണ്ട് കൺട്രോൾഡ് ഡിവൈസാണ്. നമ്മൾ IE = IB + IC എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഒരു IB എന്ന് പറയുന്ന കറണ്ടാണ് നമ്മുടെ കളക്ടർ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് അതിന് കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് JFET ഇസ് എ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ്. അതിൻ്റെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ് കൺട്രോൾസ് ദ ഡ്രെയിൻ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഫെറ്റിനകത്തൂടെ പോകുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ്. അതുകൊണ്ടാണ് വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആയത്. ദെൻ ടെർമിനൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു സെമി കണ്ടക്ടർ ലെയർ ആണ് ഇതിനുള്ളത്, ഒരു ലോങ് ലെയർ. N ടൈപ്പ് ആണെങ്കിൽ N ചാനലിൻ്റെ ഒരു ലെയർ ആയിരിക്കും. P ചാനൽ JFET ആണെങ്കിൽ P ടൈപ്പ് മെറ്റീരിയലിൻ്റെ ലെയർ ആയിരിക്കും. ദീസ് അറ്റ് ദ മിഡിൽ ഓഫ് ദിസ് ചാനൽ, അതായത് നമ്മൾ ഫിഗർ കണ്ടായിരുന്നല്ലോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു N ചാനലാണെങ്കിൽ N ചാനൽ JFET. ഇവിടെ നമ്മൾ P ടൈപ്പ് മെറ്റീരിയൽ കൊണ്ട് ഡോപ്പ് ചെയ്യും. ഇത് രണ്ടും കൂടി ഷോർട്ട് ചെയ്യും നമ്മൾ. ഇതാണ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇത് ഡ്രെയിനാണ്, ഇത് സോഴ്സാണ്. ഇത് ഇത്രയും N ചാനലാണ്. ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് P കൊണ്ട് ഡോപ്പ് ചെയ്യും. ഇങ്ങനെയാണ്
ഒരു ജെഫെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അറ്റ് ദ മിഡിൽ ഓഫ് ദ ചാനൽ 2 ഓപ്പോസിറ്റ് സെമി കണ്ടക്ടർ ജംഗ്ഷൻസ് ആർ ഫ്യൂസ്ഡ് കോൾഡ് ഗേറ്റ്. കറണ്ട് ഫ്ലോസ് ബിറ്റ്വീൻ എവിടെ? ഡ്രെയിൻ ആൻഡ് സോഴ്സ്. ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്കാണ് കറണ്ട് ഫ്ലോ. ഇൻ ബൈപോളർ ട്രാൻസിസ്റ്റർ മെയിൻ കറണ്ട് ബൈ എന്തൊക്കെയായിരുന്നു? ഇലക്ട്രോൺ ആൻഡ് ഹോൾ. അതുകൊണ്ടാണ് അതിനെ ഞാൻ പറഞ്ഞ ബൈപോളാർ എന്ന് വിളിച്ചത്. ജെഫെറ്റിൽ എയ്തർ ബൈ ഇലക്ട്രോൺ ഓർ ബൈ ഹോൾ ആണ്. അതുകൊണ്ട് പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് ജെഫെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ യൂണിപോളാർ ഡിവൈസ്. ഇനി നമ്മൾ റിവേഴ്സ് ബയസും ഫോർവേഡ് ബയസും ഒക്കെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കണം ഒരു ഡയോഡിൽ, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൽ റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താണ്. ബയാസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യാം, DC വോൾട്ടേജ് അപ്ലൈഡ് ടു സെറ്റപ്പ് എ ഡിവൈസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യലാണ് ബയസ് പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു പി എൻ ജംഗ്ഷൻ ഇവിടെ ഫിഗറിൽ കാണാൻ ഒരു പി എൻ ജംഗ്ഷൻ കാണിച്ചിട്ടുണ്ട്. ഈ പി എൻ ജംഗ്ഷന് ഇവിടെ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ പോസിറ്റീവ്, പിയിൽ പോസിറ്റീവാണ് കണക്ട് ചെയ്ത്, എന്നിൽ നെഗറ്റീവാണ്. ഇറ്റ് ഈസ് ഫോർവേഡ് ബയസ്. ഫോർവേഡ് ബയസ് ആകുമ്പോൾ കണ്ടോ, ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളൊരു സിലിക്കൺ സബ്സ്ട്രേറ്റ് എടുത്തു, ഈ സൈഡ് പി കൊണ്ട് ഡോപ്പ് ചെയ്തു, ഇത് എൻ കൊണ്ട് ഡോപ്പ് ചെയ്തു. ഇങ്ങനെ ഡോപ്പിംഗ് നടക്കുമ്പോൾ തന്നെ ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ടാവും. ദെൻ നമ്മളതിന് ഒരു ഫോർവേഡ് ബയസ് അപ്ലൈ ചെയ്യുക. ഫോർവേഡ് ബയസ് എന്നാൽ പി ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് എൻ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡിപ്ലീഷൻ ലെയർ വിടുത്ത് ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇവിടുത്തെ ഹോൾസിനെ അങ്ങോട്ട് പുഷ് ചെയ്യുകയാണ്, ഇവിടെ നിന്ന് ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യുക. അങ്ങനെ മൂവ്മെൻറ്റ് നടക്കുമ്പം ഈ ഡിപ്ലീഷൻ ലെയർ വിടുത്ത് അങ്ങ് വാനിഷായി കറണ്ട് ഫ്ലോ പക്കയായിട്ട് നടക്കും. അതാണ് ഫോർവേഡ് ബയസ്. റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഒരു പൊട്ടൻഷ്യൽ ഇങ്ങനെ ഉണ്ടായിരിക്കും, ബാരിയർ ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ റിവേഴ്സ് ബയസ് ചെയ്യുക മീൻസ് പി ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ആൻഡ് എൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ആ ഡിപ്ലീഷൻ ലെയർ എടുത്ത് വലുതായി വരും. അത് നിങ്ങൾ ബേസിക് ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇവിടെ എന്താണ് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയസ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എങ്ങനെയാണ് വർക്കിംഗ് പറയാൻ പോവാണ്. ഇവിടെ ഡ്രെയിന്, സോഴ്സ്, ഗേറ്റ് എന്ന് പറയുന്ന 3 ടെർമിനൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എൻ ചാനൽ ജെഫെറ്റ് എടുത്തിരിക്കുന്ന പി എന്ന് പറയുന്നത് അതിൻ്റെ ഗേറ്റാണ്. അപ്പം ഇവിടെ ഡ്രെയിനിനും സോഴ്സിനും ഇടയ്ക്ക് അപ്ലൈ ചെയ്യുന്നതാണ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ. ഗേറ്റിനും സോഴ്സിനും ഇടയ്ക്ക് കണ്ടോ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ സർക്യൂട്ടാണ് വരച്ചിരിക്കുന്നത്. ഇനി ഗേറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് റിവേഴ്സ് ബയസ്. ഗേറ്റ് എപ്പോഴും റിവേഴ്സ് ബയസ്ഡ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. ഗേറ്റ് റിവേഴ്സ് ബയസ് ആയിട്ട് കണക്ട് ചെയ്യുക മീൻസ് എന്തുകൊണ്ടാണ് അത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് റിവേഴ്സ് ആക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഒരു ജെഫെറ്റ് എടുത്തു. അവിടെ നമ്മൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നെഗറ്റീവ് ആകുമ്പം ഇവിടെ വരുന്ന പൊട്ടൻഷ്യൽ മൈനസ് ആണ്. ഇത് എവിടേക്കാണ് പോകുന്നത്? പിയിലേക്കാണ് പോകുന്നത്. പി എന്ന് പറയുന്ന മെറ്റീരിയലിലേക്കാണ്, പി ടൈപ്പ് മെറ്റീരിയലിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇതുണ്ടാക്കുന്ന ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതായത് ഇവിടെ ഒരു പി എൻ ജംഗ്ഷൻസ്, എൻ ചാനലിനകത്താണ് പി രണ്ട് സൈഡും ഡോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യും? ഇവിടെ ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്തിട്ടുണ്ട്. ആ പി എൻ ജംഗ്ഷന് ഓൾറെഡി ഒരു ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് കാണും. ഇനി നിങ്ങൾ പിക്ക് അപ്ലൈ ചെയ്യുന്നത് ഒരു റിവേഴ്സ് ബയസും കൂടി ആവുമ്പോൾ ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് എന്ത് ചെയ്യും? കൂടി വരും. പ്രാക്ടിക്കലി അപ്പോൾ എന്താണ്? ഈ ഗേറ്റിലെ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗേറ്റ് കറണ്ട് IG എന്ന് പറയുന്നത് 0 ആവും. ഇനി സോഴ്സ് ടെർമിനൽ എന്ന് പറയുന്നത് ഏതാണ്? അപ്പം ഗേറ്റ് ടെർമിനൽ എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഗേറ്റ് കറണ്ട് 0 ആയിരിക്കും, ബിക്കോസ് റിവേഴ്സ് ബയസ്ഡ് ആണ്. കറണ്ട് ഫ്ലോയുടെ ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് കൂടിയായിരിക്കും ഇരിക്കുന്നത്. സോ കറണ്ട് കാണത്തില്ല ഗേറ്റിൽ നിന്ന്. സോ നെക്സ്റ്റ് സോഴ്സ് ടെർമിനൽ എന്ന് പറയുന്നത് മെജോറിറ്റി ക്യാരിയേഴ്സ് ഇറ്റ്സ് എ ടെർമിനൽ ത്രൂ വിച്ച് മെജോറിറ്റി ക്യാരിയേഴ്സ് എൻ്റർ ദ ബാർ. അതാണ് സോഴ്സ്. അതുകൊണ്ടാണ് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടെർമിനൽ ത്രൂ വിച്ച് ദ മെജോറിറ്റി ക്യാരിയേഴ്സ് കംസ് ഔട്ട് ഓഫ് ദ ബാർ. അതുകൊണ്ടാണ് അതിനെ ഡ്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പം 3 പേരാണ് 3 ടെർമിനലിനുള്ളത്: ഗേറ്റ്, സോഴ്സ് ആൻഡ് ഡ്രെയിൻ. അപ്പം ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ചാനൽ, എൻ ചാനലിനെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ജോലിയാണ് ഗേറ്റിനുള്ളത്. ഓൺ ആൻഡ് ഓഫ് ആണ് ഗേറ്റ് ചെയ്യുന്നത്. സോഴ്സ് ചെയ്യുന്നത് എന്താ? ഇലക്ട്രോൺസ്. ഇപ്പം എൻ ചാനലിലെ മെജോറിറ്റി കാരിയർ ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇലക്ട്രോണിനെ സോഴ്സ് ചെയ്യുക, സപ്ലൈ ചെയ്യുകയാണ് ഈ ബാറിലേക്ക്. ഏത് എൻ ചാനൽ ജെഫെറ്റിൻ്റെ ബാറിലേക്ക് ഇലക്ട്രോൺസ് സപ്ലൈ ചെയ്യുന്ന ആളാണ് സോഴ്സ്. ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ അത് കളക്ട് ചെയ്യുന്ന ആളാണ്. ഇത്രയും ആ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. മെജോറിറ്റി കാരിയർ കെംസ് ഔട്ട് ഓഫ് ദ ബാർ ത്രൂ ദ ഡ്രെയിൻ ടെർമിനൽ. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം ഇതൊരു എൻ ചാനൽ ജെഫെറ്റ് ആണ്.
ഇവിടെ നിന്നാണ് മെജോറിറ്റി കാരിയർ എൻ്റർ ചെയ്യുന്നത്. മെജോറിറ്റി കാരിയർ എൻ്റർ ചെയ്യുന്നു, ഇവിടുന്ന് മെജോറിറ്റി കാരിയർ ലീവ് ചെയ്യുന്നു. എൻ ചാനലിലെ മെജോറിറ്റി കാരിയർ ആരാ? ഇലക്ട്രോണാണ്. അപ്പോൾ ഇലക്ട്രോൺ ലീവ് ചെയ്യുന്നത് ഈ ഡയറക്ഷൻ ആണെങ്കിൽ ഡ്രെയിൻ കറണ്ട് വിൽ ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കുമല്ലോ. കറണ്ടും ഇലക്ട്രോൺസും മൂവ്മെൻറ്റ് ഓപ്പോസിറ്റ് ആണ്. സോ കറണ്ട് മൂവ് ചെയ്യുന്നത് ഡ്രെയിനിൽ നിന്ന് ഔട്ട്വേർഡ് ആണെങ്കിൽ ഡ്രെയിൻ കറണ്ട് എന്ന് പറയുന്നത്, ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് ഔട്ട്വേർഡ് ആണെങ്കിൽ ഡ്രെയിൻ കറണ്ട് എന്ന് പറയുന്നത് ടു ദ ബാർ ത്രൂ ഡ്രെയിൻ ടെർമിനൽ ആയിരിക്കും. അപ്പം നമ്മൾ ഇനി ഒരു ജെഫെറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു സ്മോൾ നെഗറ്റീവ് ബയസ് അപ്ലൈ ചെയ്യുന്നു. VGS എന്ന് പറയുന്നൊരു നെഗറ്റീവ് ബയസ് അപ്ലൈ ചെയ്യുന്നു. ഗേറ്റ് റിവേഴ്സ് ബയസ് ചെയ്തേക്കുവാണ്. ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നു. എന്ത് ചെയ്യും? ഒരു ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യും. എവിടെ? എൻ ചാനലിനകത്ത് പിയിലാണ് ഗേറ്റ് എന്ന് പറയുന്നത്. പിക്ക് നിങ്ങൾ നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് ഇവിടെ കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ കൊടുക്കുമ്പം ഇവിടെ ഒരു ഡിപ്ലീഷൻ, ഈ വൈറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നുണ്ടോ, ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് അവിടെ ഫോം ചെയ്യും. This depletion layer region decreases the width of the channel. സോ ഇതുവഴി ഇലക്ട്രോൺസിന് പോകാനുള്ള വഴി ഇങ്ങനെ കുറഞ്ഞു വരും. ഡിപ്ലീഷൻ ലെയർ വലുതാവും തോറും കോസിങ് ദ ഡ്രെയിൻ കറണ്ട് ടു ഡിക്രീസ്. ഇവിടുന്ന് നമ്മൾ പറഞ്ഞ് ഇങ്ങോട്ട് ഇലക്ട്രോൺസ് വെളിയിലേക്ക് ഡ്രെയിനിലേക്ക് വന്നാൽ ഡ്രെയിൻ കറണ്ട് ഇതിനകത്തേക്ക് കയറും. സോ ഇതുവഴിയുള്ള വഴി കുറഞ്ഞു വന്നാൽ എന്ത് പറ്റും? ഈ ചാനലിൻ്റെ വിഡ്ത്ത് കുറഞ്ഞു വരികയാണ് എപ്പോഴാണ്? ഡിപ്ലീഷൻ കൂടുന്നതിനനുസരിച്ച്. സോ എന്ത് പറ്റും? ഇവിടുന്ന് ഡ്രെയിൻ കറണ്ട് ഫ്ലോയും കുറയും. വെൻ ദ ഗേറ്റ് വോൾട്ടേജ് ഈസ് 0, ഗേറ്റ് വോൾട്ടേജ് ഇതിപ്പോൾ നെഗറ്റീവാണ് ഗേറ്റ് വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. ഇനി ഗേറ്റ് വോൾട്ടേജ് 0 ആക്കുന്നു. ഇറ്റ് മീൻസ് ഇതിനെ അങ്ങ് ഗ്രൗണ്ട് ചെയ്യുന്നു. ഇതിങ്ങനെ ഗേറ്റിനെ അങ്ങ് ഫുൾ ഗ്രൗണ്ട് ചെയ്യുന്നു. ഗേറ്റ് വോൾട്ടേജ് ഇല്ല. ഗേറ്റ് വോൾട്ടേജ് 0 ആണെങ്കിൽ ദർ വിൽ ബി മാക്സിമം കറണ്ട് ഫ്ലോ ത്രൂ ദ ചാനൽ. അപ്പം ഗേറ്റിന് നമ്മൾ കൊടുക്കുന്നത് റിവേഴ്സ് ബയസ് ആണ്. ഗേറ്റിന് നമ്മൾ ഒന്നും ബയസിങ് ഒന്നും ചെയ്യാതെ, റിവേഴ്സ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യലാണല്ലോ. സോ നമ്മളത് കൊടുക്കാതെ ഒരു 0 പൊട്ടൻഷ്യൽ വെറുതെ ഗേറ്റിനെ വയ്ക്കുന്നു, അതിനെ ഗ്രൗണ്ട് ചെയ്യുന്നു. ഗേറ്റ് ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഒരു സിറ്റുവേഷനിലാണ് ദിസ് ചാനൽ ഗീവ്സ് ദ മാക്സിമം കറണ്ട്. ഗേറ്റിൻ്റെ പൊട്ടൻഷ്യൽ VGS എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ നമ്മൾ 0 വോൾട്ടായിട്ട് സെറ്റ് ചെയ്യുന്നു, അതായത് ഗ്രൗണ്ട് ചെയ്യുന്നു. അവിടെ നെഗറ്റീവ് ബയസ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ദിസ് channel or this JFET will give a maximum current. It is known as IDSS. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 0 ആകുമ്പം JFET തരുന്ന, അല്ലെങ്കിൽ JFETന് തരാൻ പറ്റുന്ന മാക്സിമം കറണ്ട് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 0 ആകുമ്പോഴേ തരുന്നത്. നെഗറ്റീവ് ആകുമ്പോഴും എന്ത് പറ്റും? ഈ ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് കൂടി വരും. ഫർദർ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടും. ഇതുവഴി ഒന്നും പോവാതാവും. ഇലക്ട്രോൺസ് മൂവ് ചെയ്താലല്ലേ കറണ്ട് ഫ്ലോ നടക്കത്തുള്ളൂ. സോ VGS is equal to 0 വോൾട്ടിലാണ് മാക്സിമം കറണ്ട് ഫ്ലോസ് ത്രൂ ദിസ് ചാനൽ. ദെൻ ഇത് നെക്സ്റ്റ് ഫിഗറാണ്. ഞാൻ പറഞ്ഞ പോലെ വെൻ ദ നെഗറ്റീവ് ഗേറ്റ് വോൾട്ടേജ് ഈസ് സഫിഷ്യൻ്റ്ലി ഹൈ. ഇവിടെ നെഗറ്റീവ് VGS എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ വെരി ഹൈ നെഗറ്റീവ് വാല്യൂ കൊടുക്കുമ്പം കണ്ടോ, ചാനൽ കൂട്ടിമുട്ടി. ചാനലവിടെ വെരി നാരോ ആയി ഡിപ്ലീഷൻ ലെയേഴ്സ് മീറ്റ് ചെയ്തു, ബ്ലോക്ക് ദിസ് ചാനൽ. അപ്പം ഡ്രെയിൻ കറണ്ടിനെ ബ്ലോക്ക് ചെയ്യുന്നു. ദിസ് ഗേറ്റ് കറണ്ട് ബിക്കം 0 അറ്റ് ദ പിഞ്ച് ഓഫ് വോൾട്ടേജ് VP. ഈ ഒരു വോൾട്ടേജിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഹൈലി നെഗറ്റീവ് ആക്കുന്നു. അതായത് അങ്ങനെ ഇൻക്രീസ് ചെയ്ത് VGS is equal to VP എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ, VGS is equal to VP, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് പിഞ്ച് ഓഫ് വോൾട്ടേജ് ആകുമ്പം ഡ്രെയിൻ കറണ്ട് ഈസ് 0. ഡ്രെയിൻ കറണ്ട് എന്ന് പറയുന്ന വാല്യൂ അവിടെ കാണത്തില്ല. ഡ്രെയിനിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് ബ്ലോക്ക് ആയില്ലേ. ഇതിനകത്തൂടെ ചാനൽ ഇലക്ട്രോണിന് മൂവ് ചെയ്താലേ കറണ്ട് ഫ്ലോ നടക്കൂ. സോ VGS VPക്ക് ഈക്വൽ ആകുമ്പം പിഞ്ച് ഓഫ് വോൾട്ടേജിന് ഈക്വൽ ആകുമ്പോൾ ഓരോ JFETനും പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പിഞ്ച് ഓഫ് വോൾട്ടേജ് എത്ര, അപ്പോൾ -4 വോൾട്ടുള്ള അല്ലെങ്കിൽ 4 വോൾട്ടുള്ള ഒരു പിഞ്ച് ഓഫ് വോൾട്ടേജ് ആണെങ്കിൽ മോഡുലസ് VGS എന്ന് പറഞ്ഞാൽ, കാരണം VGS എന്ന് പറയുന്നത് നെഗറ്റീവ് വോൾട്ടേജാണ്. അപ്പം അതെന്ന് പറയുന്നത് ഈക്വൽ ടു VP ആകുമ്പം ഡ്രെയിൻ കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ JFETൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് JFET നേരത്തെ നമ്മൾ പറഞ്ഞത് വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്. അതുപോലെ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫർ ചെയ്യുന്നൊരു
ആളാണ് ജെഫെറ്റ്. ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്, കറണ്ട് ടേക്കൺ എന്ന് പറയുന്നത് കുറയും. കറണ്ട് കുറയുക മീൻസ് എന്തായിരിക്കും? I²RT എന്ന് പറയുന്ന ലോസ്, I²RT ആണ് ഹീറ്റ് ലോസ്. കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ലോ പവർ കൺസംഷനാണ്. അതങ്ങനെ വലിയ ഹൈ പവർ എടുക്കേണ്ട ആവശ്യമില്ല. ലോസ് എന്ന് പറയുന്നതും കുറവായിരിക്കും. വെരി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആയതുകൊണ്ട് ഇറ്റ്സ് എ ഗുഡ് ഫോർ ആംപ്ലിഫിക്കേഷന് നല്ലതാണ്. സ്മോൾ സൈസ് ആണ് കമ്പയർഡ് ടു അതർ സെമി കണ്ടക്ടർ ഡിവൈസസ്. യൂണിപോളർ ഡിവൈസ് ആണ്, സോ ലെസ് നോയ്സ് ആയിരിക്കും. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് ഈസ് ലോ ആൻഡ് പുവർ ഹൈ ഫ്രീക്വൻസി പെർഫോമൻസ് ആണ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജെഫെറ്റ്. നമ്മൾ വർക്കിംഗ് പറഞ്ഞു. ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ VIKR ഓഫ് ജെഫെറ്റ് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നതാണ്. ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുക, അതിൻ്റെ പാരാമീറ്റേഴ്സ് മാർക്ക് ചെയ്യുക, ഈ ജെഫെറ്റ് പാരാമീറ്റേഴ്സ് ഡെറൈവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പം 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. VIKR ഓർ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ID ആൻഡ് VDS ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് VGS. അതായത് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പോസിറ്റീവ് വോൾട്ടേജ് ആണ്. ഇപ്പോൾ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് കൊടുക്കും തോറും എന്ത് വ്യത്യാസമാണ് ഇതിന് വരുന്നതെന്ന് നമ്മൾ IDക്ക് വരുന്നതെന്ന് ചെക്ക് ചെയ്യുന്നു ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് VGS. അതിനാണ് ഡ്രെയിൻ ക്യാര വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ദെൻ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ട്രാൻസ് കണ്ടക്റ്റൻസ് കർവ്. അതെന്ന് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ID ആൻഡ് VGS. VGSനനുസരിച്ച് ID എങ്ങനെ വേരി ചെയ്യുന്നു ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് VDS. അങ്ങനെ 2 കാര്യങ്ങൾ. ഡ്രെയിൻ കറണ്ടാണ് രണ്ടിലും പ്ലോട്ട് ചെയ്യുന്നത്. വേഴ്സസ് VDS ആണെങ്കിൽ ഇറ്റ് ഈസ് ഡ്രെയിൻ ക്യാര, വേഴ്സസ് VGS ആണെങ്കിൽ ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ക്യാര. അപ്പം അതിനുള്ള സർക്യൂട്ട് ഡയഗ്രമാണ്. ഇതിപ്പോൾ നമുക്ക് ലാബിൻ്റെ ആവശ്യത്തിന് ജെഫെറ്റിൻ്റെ പാരാമീറ്റേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വരും. ജെഫെറ്റിൻ്റെ ക്യാര പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു N ചാനൽ ജെഫെറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് അപ്ലൈ. അപ്പോൾ നമ്മൾ ലാബ് പർപ്പസിന് അല്ലെങ്കിൽ മെഷറിംഗ് പർപ്പസിന് വോൾട്ട് മീറ്റേഴ്സൊക്കെ കണക്ട് ചെയ്യണം, അമ്മീറ്റർ കണക്ട് ചെയ്യണം. ഈ കറണ്ട് ID എന്ന് പറയുന്ന കറണ്ട് മെഷർ ചെയ്യാനാണ് ഇവിടെ മില്ലി ആംബിയർ വെച്ചത്. മില്ലി ആംബിയറിന് അമ്മീറ്റർ വെച്ചു. അതിൽ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ, അതിനെ വേരി ചെയ്യിപ്പിക്കാനൊരു പോർട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്ന റിവേഴ്സ് ബയസ് VGS എന്ന് പറയുന്ന റിവേഴ്സ് ബയസ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. അതിനൊരു പോർട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. V2 എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വോൾട്ട് മീറ്റർ ആണ്, എത്രയാണ് VGS എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സർക്യൂട്ട് ഡയഗ്രാം ടു പ്ലോട്ട് ടു ഫൈൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പം നമുക്ക് വേണ്ടത് ആദ്യം VIKR ഓർ ഡ്രെയിൻ ക്യാര ആണെങ്കിൽ ഇവിടുത്തെ VDD എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ VDS എന്ന് പറയുന്നത് VDD വേരി ചെയ്തുകൊണ്ടിരിക്കും. VDD വേരി ചെയ്യുന്നതനുസരിച്ച് V1ൽ ഡിഫറെൻറ്റ് വാല്യൂസ് കാണിക്കും. സോ ID വേരി ചെയ്തുകൊണ്ടിരിക്കും. ഫോർ പർട്ടിക്കുലർ VGS നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കും. അപ്പം VGS നമുക്ക് 0 വോൾട്ട് വയ്ക്കാം. VGS 0 വോൾട്ട് വയ്ക്കുന്ന സമയത്ത് ഇത് വേരി ചെയ്യുക, അമ്മീറ്ററിൽ വോൾട്ട് മീറ്റർ റീഡിങ് നോക്കുക. ദെൻ VGS നിങ്ങളൊരു റിവേഴ്സ് ബാച്ച് ആണല്ലോ, -1 വോൾട്ട് സെറ്റ് ചെയ്യുക. എങ്ങനെ സെറ്റ് ചെയ്യും? പൊട്ടൻഷ്യോമീറ്റർ ഇങ്ങനെ തിരിക്കുമ്പം -1 വോൾട്ട് മീറ്റർ കിട്ടുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യുക. ദെൻ ഇവിടുന്ന് അഗെയിൻ വോൾട്ടേജ് വേരി ചെയ്ത് ഈ 2 റീഡിങ്സ് എടുക്കുക. അതുപോലെ -2, -3, -4 അങ്ങനെ വാല്യൂസ് കൊടുക്കുക VGS. അപ്പം ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടും. അതുപോലെ തിരിച്ചും ട്രാൻസ്ഫർ ക്യാര വേണമെങ്കിൽ VDD എന്ന് പറയുന്ന, അതായത് VDS കോൺസ്റ്റൻറ്റ് വാല്യൂസ് സെറ്റ് ചെയ്തിട്ട് VGS വേരി ചെയ്ത് കണ്ടുപിടിക്കാം. ഇതാണ് ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഡ്രെയിൻ ക്യാര എന്ന് പറയുന്നത് പറഞ്ഞ് നമ്മൾ VDS വേഴ്സസ് ID ആണ്. VDS വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനനുസരിച്ച് IDക്ക് ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഈ പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണ് VDS വേഴ്സസ് ID എന്ന് പറയുന്ന ഗ്രാഫ്. ദിസ് ഈസ് നോൺ ആസ് ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ജെഫെറ്റ് എടുക്കുന്നു. ഇവിടെ നിന്ന് വോൾട്ടേജ് ഡ്രെയിനിനും സോഴ്സിനും ഇടയ്ക്ക് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. വോൾട്ടേജ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിൽ ജെഫെറ്റ് ഉണ്ട്, ഇതാണ് ഡ്രെയിന് സോഴ്സ്, പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ഇവിടെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഗേറ്റിനെ ഇനിഷ്യലി ഗ്രൗണ്ട് ചെയ്യുക. ഗേറ്റ് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് VGS എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ 0,
VDS എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ വേരി ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ പൊട്ടൻഷ്യൽ വേരി ചെയ്ത് കൊടുക്കുന്നു VDS. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മളിങ്ങനെ വോൾട്ടേജ് വേരി ചെയ്ത് വരുന്നു. ആ സമയത്ത് കറണ്ട് ഇൻക്രീസ് ചെയ്ത് പോകും. വോൾട്ടേജ് വേരി ചെയ്യുന്നു. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഇല്ല. ഇവിടെ ഗേറ്റ് സോഴ്സിന് 0 ആണ് പൊട്ടൻഷ്യൽ. ഇവിടെ ഇച്ചിരി ഒരു ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് ഓൾറെഡി കാണും, അത് ഉണ്ടാക്കിയപ്പോൾ തന്നെ. ഇനി നമ്മൾ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പം ഇതിങ്ങനെ ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് ഉണ്ടായി വരും. ഇങ്ങനെ കറണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു ചെറിയ റീജിയനാണ് ഇത്. വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് കറണ്ട് കൂടി വരും. അത് ഓംസ് ലോ ഒബേ ചെയ്യുന്ന റീജിയൻ. ഇറ്റ് ഈസ് നോൺ ആസ് ഓമിക് റീജിയൻ. ഈ റീജിയനെയാണ് നമ്മൾ ഓമിക് റീജിയൻ എന്ന് പറയുന്നത്. കണ്ടോ, ഓമിക് റീജിയൻ ഇവിടെ വരെയാണ്. നമ്മൾ വോൾട്ടേജ് വേരി ചെയ്ത് വരുന്നു. പിഞ്ച് ഓഫിന് തൊട്ട് മുന്നേ വരെ വേരി ചെയ്യുമ്പം അത് ഓമിക് റീജിയൻ തരും. കറണ്ട് വോൾട്ടേജും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഇനി അടുത്ത റീജിയൻ എന്ന് പറയുന്നത് നോക്കിക്കേ, ഒരു പിഞ്ച് ഓഫ് വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളൊരു ഓമിക് റീജിയനിൽ വോൾട്ടേജ് വേരി ചെയ്തു, കോൺസ്റ്റൻ്റായി കറണ്ടും അതുപോലെ വേരി ചെയ്ത് വന്നു, ഒരു ഓമിക് റീജിയൻ കിട്ടി. ഇനി നമ്മൾ വോൾട്ടേജ് ഫർദർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് VP എന്ന് പറയുന്നൊരു വോൾട്ടേജിലെത്തും. VP ഈസ് പിഞ്ച് ഓഫ് വോൾട്ടേജ്. പിഞ്ച് ഓഫ് എന്ന് പറയുന്ന റീജിയനിൽ, പിഞ്ച് ഓഫ് റീജിയൻ VP എന്ന് പറയുന്ന റീജിയനിൽ എന്ത് ചെയ്യും? ഇവർ രണ്ടുപേരോടും ഇങ്ങനെ കൂട്ടിമുട്ടും. ഇങ്ങനെ ഡിപ്ലീഷൻ ലെയർ വിട്ട് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 0 ആവുന്ന സമയത്ത് ഡിപ്ലീഷൻ ലെയർ രണ്ടും കൂടെ കൂട്ടിമുട്ടി VP എന്ന് പറയുന്ന സിറ്റുവേഷൻ വരും. ആ സമയത്ത് IDSS എന്ന് പറയുന്ന ഒരു സാച്ചുറേഷൻ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. VGS is equal to 0 വോൾട്ട്. VGS VP ആകുമ്പോഴാണ് ഡ്രെയിൻ കറണ്ട് 0 ആവുന്നത്. ഇവിടെ VGS നമ്മൾ വേരി ചെയ്യുന്നില്ല. VGS എന്ന് പറയുന്നത് ഇവിടെ 0 വോൾട്ടാണ്. VGS = VP എന്ന് പറയുന്ന കണ്ടീഷനിലാണ് ഡ്രെയിൻ കറണ്ട് 0 വരുന്നത്. VGS = 0 ആണ് ഇവിടെ. സോ VP എന്ന് പറയുന്ന വാല്യൂവിൽ, അതായത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ VDS എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ VP ആകുമ്പം IDSS എന്ന് പറയുന്നൊരു സാച്ചുറേഷൻ കറണ്ടാണ് കിട്ടുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു VGS = 0 വോൾട്ടിലെ കണ്ടീഷനിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. VGS = 0 വോൾട്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ് ഡിപ്ലീഷൻ ലെയർ വിട്ട്. നമ്മൾ ഈ ഇവിടെ പൊട്ടൻഷ്യൽ VDS കൂടുന്നതിനനുസരിച്ചാണ് ഡിപ്ലീഷൻ ലെയർ ഇങ്ങനെ വരുന്നത്. മനസ്സിലായോ? അപ്പം ഇവിടെ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് VGS = 0ൽ IDSS എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് കിട്ടും. ഇതിനെ സാച്ചുറേഷൻ കറണ്ട് എന്നാണ്, പിഞ്ച് ഓഫ് ഓർ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത്. IDSS എന്ന് പറഞ്ഞാൽ ഇനി ഫർദർ VPയെക്കാട്ടിലും വോൾട്ടേജ് ഇവിടെ കൂട്ടിക്കൊണ്ടിരുന്നാലും ദർ ഇസ് നോ ഇൻക്രീസ് ഇൻ കറണ്ട്. IDSS കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ആയിട്ടാണ് ഈ സമയത്ത് ഇത് ആക്ട് ചെയ്യുന്നത്. ഇത് ഓമിക് റീജിയൻ ആയിരുന്നു. ഇത് കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന റീജിയനാണ്. ദെൻ ഫർദർ VBR എന്ന് പറയുന്ന ബ്രേക്ക് ഡൗണിന് മേളിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് ഹീറ്റായി പോകുന്നത് ബ്രേക്ക് ഡൗൺ റീജിയൻ എന്ന് പറയും. അപ്പോൾ ഓമിക് റീജിയൻ എന്ന് പറഞ്ഞാൽ OA എന്ന് പറയുന്ന ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ID ഇൻക്രീസസ് ലീനിയർലി വിത്ത് ഇൻക്രീസ് ഇൻ വോൾട്ടേജ്. അതുകൊണ്ടാണ് ഓംസ് ലോ ഒബേ ചെയ്യുന്നത് കൊണ്ട് ഒരു സിമ്പിൾ റെസിസ്റ്ററായിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഓംസ് ലോ ഒബേ ചെയ്യുന്ന ഒരു റെസിസ്റ്റർ. അതുകൊണ്ടാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ V and I ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിട്ട് പോയത് ഓമിക് റീജിയൻ. ദെൻ ഓമിക് റീജിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ID ഇൻക്രീസസ് സ്ലോലി ആസ് കമ്പയർഡ് ടു ദാറ്റ്. ഓമിക് റീജിയനിൽ നല്ല ഇൻക്രീസാണ്, വോൾട്ടേജിനനുസരിച്ച് വേരി ചെയ്ത് വന്നു. പക്ഷേ അടുത്ത കർവ്, പിഞ്ച് ഓഫിന് മുന്നേ ഉള്ളൊരു കർവ്, ആ ടൈമിൽ ഇങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് ആവുന്ന ഒരു ടൈമുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്ത് സംഭവിക്കും? Compared to omic region, ID increases slowly, so depletion layer width increases with reduced width of channel. At the VDS corresponding to point B, channel width is reduced to minimum value and is known as pinch off. Point B എന്ന് പറയുന്നത് ഏതാ? പോയിന്റ് B കണ്ടോ, പിഞ്ച് ഓഫ് എന്ന് പറയുന്ന വോൾട്ടേജ് ആണ്. അറ്റ് VDS correspond to point B, channel width is reduced to minimum value. ചാനൽ വിഡ്ത്ത് മിനിമം ആവും. അതിനെ പിഞ്ച് ഓഫ് എന്നാണ് പറയുന്നത്. പിഞ്ച് ഓഫ് റീജിയൻ എന്ന് പറയുന്നത് സാച്ചുറേഷൻ റീജിയനാണ്. ദിസ് റീജിയൻ ഓൾസോ കാൾഡ് സാച്ചുറേഷൻ ഓർ കോൺസ്റ്റൻറ്റ് കറണ്ട് റീജിയൻ. ഇമ്പോർട്ടൻ്റ് ആണ്, കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ആയിട്ടാണ് ഈ റീജിയനിൽ വർക്ക് ചെയ്യുന്നത്. ഹെൻസ് ഡ്രെയിൻ കറണ്ട് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് ഇറ്റ്സ് മാക്സിമം വാല്യൂ. VDSS എന്ന് പറയുന്ന ഒരു കറണ്ട് വെൻ VGS = 0, IDSS എന്ന് പറയുന്നൊരു കറണ്ട് കിട്ടും. അതാണ്
maximum value from this JFET. The drain current in the pinch-off region depends upon VGS. ഇതിനനുസരിച്ച് മാറാം ആ ഡ്രെയിൻ കറണ്ട്. ID is equal to IDSS into 1 minus VGS by VP the whole square. ഇതാണ് ഡ്രെയിൻ കറണ്ടിൻ്റെ റെപ്രസെൻറ്റേഷൻ ബൈ ഷോക്ലീസ് ഇക്വേഷൻ. IDSS is the current at which VGS is equal to 0. This region is normal operating region of JFET when used as an amplifier. In breakdown എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രെയിൻ കറണ്ട് ഇനിയും ഇറ്റ് ഈസ് ഇൻക്രീസ് റാപ്പിഡ്ലി വേഴ്സസ് VDS. ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് മേളിൽ ആയിക്കഴിഞ്ഞാൽ ഫർദർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രെയിൻ കറണ്ട് റാപ്പിഡ് ഇൻക്രീസ് ചെയ്യും. ഗേറ്റ് സോഴ്സ് ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ അവലാഞ്ച് എഫക്റ്റാണ് ബ്രേക്ക് ഡൗൺ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ട്രാൻസ് കണ്ടക്റ്റൻസ് കർവ് എന്ന് പറയും. ദാറ്റ് ഈസ് ID വേഴ്സസ് VGS ആണ്. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഇത് ID ആണ്, ഡ്രെയിൻ കറണ്ട് ഇൻ മില്ലി ആംപിയേഴ്സ്. ദെൻ നമുക്കറിയാവുന്ന കാര്യമാണ് -1 വോൾട്ട്, ആദ്യം 0 വോൾട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കറണ്ട് ഹൈ ആണെന്ന് നമ്മൾ പറഞ്ഞു. IDSS ഈ JFETന് തരാൻ പറയുന്ന മാക്സിമം കറണ്ട് VGS = 0 വോൾട്ടിലാണ് തരുന്നത്. ഇനി VGS എന്ന് പറയുന്നത് മോർ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുമ്പം എന്ത് ചെയ്യും, IDSS കുറഞ്ഞു വരും, കട്ട് ഓഫ് ആവും. അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റുക, വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ്. VGS കൺട്രോൾ ചെയ്യുന്നത് ആരെയാണ്, കറണ്ടിനെയാണ്. VGS ആണ് IDയെ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ദെൻ JFETൻ്റെ പാരാമീറ്റേഴ്സാണ്. JFETൻ്റെ പാരാമീറ്റേഴ്സ് ഇനി 4 പാരാമീറ്റേഴ്സ് എഴുതാനും ട്രാൻസ് കണ്ടക്റ്റൻസിൻ്റെ ഇക്വേഷനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പം ഫസ്റ്റ് വൺ AC ഡ്രെയിൻ റെസിസ്റ്റൻസ്. AC റെസിസ്റ്റൻസ് എല്ലാം സ്മോൾ r ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. RD എന്ന് പറഞ്ഞ ഡ്രെയിൻ AC റെസിസ്റ്റൻസ്. റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ്. ഡ്രെയിൻ റെസിസ്റ്റൻസ് ആണല്ലോ, അപ്പം ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് വേഴ്സസ് ടു ഡ്രെയിൻ കറണ്ട് ആയിരിക്കും അറ്റ് കോൺസ്റ്റൻറ്റ് VGS. is the AC resistance between drain and source terminal when JFET is operating in pinch off or saturation. Then DC drain resistance ഉണ്ട്, അതിനെ ക്യാപിറ്റൽ R എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് VDS by ID. ഓമിക് റീജിയനിൽ ഒരു കോൺസ്റ്റൻറ്റ് റെസിസ്റ്റൻസ് റീജിയനാണ് തരുന്നത്, VDS by ID. Then ട്രാൻസ് കണ്ടക്റ്റൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. GM എന്ന് നമ്മുടെ JFET പാരാമീറ്റേഴ്സിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. Called forward transconductance or forward transmittance is a ratio of change in drain current to change to gate source voltage at constant VDS. The value of transconductance is expressed in Siemens. I by V എന്ന് പറയുന്ന കണ്ടക്റ്റൻസ് ആണ്, അതിൻ്റെ യൂണിറ്റ് സീമെൻസ് ആണ്, ഓർ മോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. Then amplification factor mu is change in VDS by change in VGS. ചേഞ്ച് ഇൻ VGS ആണ് അവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ ആംപ്ലിഫൈ ചെയ്യുന്നോന്ന് അറിയാൻ ഔട്ട്പുട്ട് എത്രമാത്രം ചേഞ്ച് ചെയ്യുന്നു നോക്കിയാൽ മതി. Then input resistance RI is very important. JFET operates with its gate source junction is reverse biased. നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ഗേറ്റ് സോഴ്സ് ആണ്, ഗേറ്റ് സോഴ്സ് ടെർമിനൽ റിവേഴ്സ് ബയസ് ആണ്. സോ റിവേഴ്സ് ബയസ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് കറണ്ട് ഈസ് വെരി സ്മോൾ ആൻഡ് ഇംപിഡൻസ് ഈസ് വെരി ഹൈ. JFETൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് ഈസ് VGS by IGSS. നമ്മൾ പറഞ്ഞല്ലോ IG എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മോൾ കറണ്ട് ആയിരിക്കും.